നോമ്പിന് ചില വീടുകളിലൊക്കെ സ്നാക്സ് നിർബന്ധമായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്ന് കാണിക്കുന്നത്. വീട്ടിലുള്ള ചേരുവകളൊക്കെ മതിയിട്ട് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മൈദപ്പത്തിരി പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കുക. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണും കൂടി ഓയിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. 15 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്തിട്ട് 4 ബോൾസ് ആക്കി എടുക്കാം. ഞാൻ ഈ എടുത്ത അളവ് 4 ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു മൈദപ്പത്തിരി വെച്ചിട്ട് നമുക്ക് 3 സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വയറ് ഫില്ലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ 4 ബോൾസ്, 4 ഒരേ വലുപ്പത്തിലുള്ള 4 ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 എണ്ണത്തിനുള്ളതാണ്. പിന്നെ ഇതിന് എക്സ്ട്രാ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടാവും. അത് വെച്ചിട്ട് വീണ്ടും ഒന്നുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് തിന്നാവണ്ട, എന്നാൽ കുറച്ച് അധികം കട്ടിയാവരുത്. ഈ ഒരു തിക്നെസ്സിലാട്ടോ അത് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ 4 പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ബൗൾ വേണം കേട്ടോ. ഞാൻ സ്റ്റീലിൻ്റെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പത്തിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയതായിട്ടൊന്ന് അടിയിക്കൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ, ഒന്ന് കുഴിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു കുഴിയിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2ലേക്കും ഇതേപോലെ തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2ലും വളരെ കുറച്ച് മാത്രം സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് അതും കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ അതും ഇതുപോലെ പിച്ചിയിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ വീട്ടിലുള്ള ചേരുവ പറഞ്ഞിട്ട് ചീസ് എന്താ ചേർക്കുന്നതെന്നുണ്ടാവും. അപ്പോൾ മൊസറല്ല ചീസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരു മൈദപ്പത്തിരി കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. 2ൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ടോട്ടൽ 4 പത്തിരിയെല്ലാം റെഡിയാക്കി എടുത്ത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ വിടിയിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു പത്തിരി ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം. 2 ബോൾസ് ആക്കി എടുത്തിട്ട് അങ്ങനെ ഒന്നും കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് കമിഴ്ത്തിയിട്ട് കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് പോന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണ്ട കമിഴ്ത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഓയിലിലേക്ക് ഇതായതിനു ശേഷം അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. ജസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും കേട്ടോ. ഉള്ളിൽ മുട്ട ആയതുകൊണ്ട് നല്ല പൊങ്ങിയിട്ട് വരും. അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. വിചാരിച്ച പോലെ അല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൽ ചിക്കനും ചീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ടയുടെ കൂടെ. അപ്പോൾ അത് നല്ല ഈ ചൂടോടെ കഴിക്കാന്നുണ്ടെങ്കിൽ പുറമേക്ക് നല്ല മൊരിഞ്ഞൊരു സ്നാക്കാണ്. ഉള്ളിലേക്ക് ഇതുപോലെ നല്ല ചീസി ആയിട്ടുള്ള മുട്ടയുടെയും ചിക്കൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് നല്ല ചൂടായിട്ട് ഇത് പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. നോമ്പിന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.